ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കെതിരെ വ്യാപകമായ രീതിയിൽ ഉള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന സംഘടനകളാണ് ഖാലിസ്ഥാൻ സംഘടനകൾ. അവർ പ്രധാനമായും കേന്ദ്രമാക്കിയിരിക്കുന്നത് കാനഡയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ക്ഷേത്രങ്ങൾക്ക് നേരെയും മറ്റും ആക്രമണം നടത്തുന്ന മോദി വിരുദ്ധത ഏറ്റവും കൂടുതലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നതും കാനഡയിലാണ്. എന്നാൽ അതേ മാതൃക പിന്തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഖാലിസ്ഥാനികളെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാസാവോ കൊളീസിയത്തിനെതിരെ ഫ്രീ സ്പീച്ച് സോണിൻ്റെ മേഖല ലംഘിച്ചുകൊണ്ട് അകത്ത് കടന്ന് പ്രതിഷേധിക്കാനായിരുന്നു ഖാലിസ്ഥാൻ സംഘടനാ പ്രവർത്തകരുടെ തീരുമാനം. ഇതോടുകൂടി പോലീസ് എത്തി എന്ന് മാത്രമല്ല ചവിട്ടിക്കുട്ടുകയും ചെയ്തു, ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാനഡയല്ല അമേരിക്ക എന്ന് ഖാലിസ്ഥാനികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻഡോ അമേരിക്കൻ അംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു, വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. ഇവിടെ എത്തി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ഉള്ള ഒരു ശ്രമത്തിലായിരുന്നു ഖാലിസ്ഥാൻ. കാരണം കാനഡയിലൊക്കെ നടത്തി വിജയിച്ച ഒരു തന്ത്രമാണ്. ആ തന്ത്രവുമായിട്ടാണ് അമേരിക്കയിലെത്തിയത്. പക്ഷേ അമേരിക്കൻ പോലീസ് അതിന് ഒരു ചെറിയ ഇടപോലും നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, അത് ക്രൂരമായി തന്നെയാണ് ഈ പ്രകടനത്തിനെത്തിയവരെ മർദ്ദിച്ചതെന്നും ഫൂട്ടേജുകൾ കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.